അപ്പോൾ എല്ലാവരും പറയണം തിങ്ക് ഇൻ ഇംഗ്ലീഷ് നിങ്ങൾ എപ്പോഴും കേൾക്കും. അപ്പോൾ എല്ലാവരും പറയും ഇതറിയാമായിരുന്നെങ്കിൽ പിന്നെ നിങ്ങളോട് ചോദിക്കാൻ തോന്നിയിട്ടുണ്ട്. തിങ്ക് ഇൻ ഇംഗ്ലീഷ് എന്ന്. ഇഫ് യു വോണ്ട് ടു സ്പീക്ക് ഇംഗ്ലീഷ് യു തിങ്ക് ഇൻ ഇംഗ്ലീഷ് എന്ന് പറയും ആൾക്കാർ. അപ്പോൾ ഈ തിങ്ക് അറിയാമായിരുന്നെങ്കിൽ പിന്നെ എന്തായിരുന്നു പ്രശ്നം എന്ന് നമുക്ക് തോന്നും അല്ലേ. സദ്ഗുരുവേ ശരണം. ഹലോ എവ്രി വൺ. ഹൗ ടു സ്പീക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ്ലി ആൻഡ് കോൺഫിഡൻ്റ്ലി. ഇതിനെന്തെങ്കിലും എളുപ്പ വഴികളുണ്ടോ? എളുപ്പ വഴികളൊന്നുമില്ല. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡിയാണെങ്കിൽ ഒരുപാട് ടിപ്സ് ആൻഡ് ടെക്നിക്സ് ഉണ്ട്. അത് ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. നമുക്ക് നല്ലൊരു ഡിറ്റർമിനേഷൻ ഉണ്ടായിരിക്കണം, അതിയായ ആഗ്രഹം ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ ഈ ടിപ്സും ടെക്നിക്സ് ഒക്കെ ഉപയോഗിക്കുള്ളൂ. അപ്പോൾ അത് ആദ്യം നമ്മൾ സ്വയം ഒന്ന് ചോദിക്കുക. നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ ശരിക്കും നമുക്ക് ആഗ്രഹമുണ്ടോ? ഇനി അത് ഉണ്ടെന്നാണെങ്കിൽ ദെൻ യു ആർ റെഡി ടു സ്റ്റാർട്ട് യുവർ ജേർണി. ഇനി ഇല്ല എന്നാണ്, കുറച്ച് ആഗ്രഹമുണ്ട് എന്നാൽ അത്ര സ്ട്രോങ് അല്ല എങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. അതിനുവേണ്ടി സ്വയം ഇങ്ങനെ പറയുക, ഐ വോണ്ട് ടു സ്പീക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ്ലി, ഐ സ്പീക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ്ലി, ഐ ലവ് ഇംഗ്ലീഷ്. അപ്പോൾ അങ്ങനെ ഇംഗ്ലീഷുമായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മളിങ്ങനെ സ്വയം നമ്മുടെ മനസ്സിലേക്ക് പറഞ്ഞ് ഇങ്ങനെ ഫീഡ് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഉള്ളിൽ അതിങ്ങനെ ഒരു പ്രോഗ്രാം പോലെ വന്ന് നമുക്ക് ആ ഒരു ഡിസയർ ഉണ്ടാവും. നമ്മളിങ്ങനെ പറയുക. അഫർമേഷൻ ടെക്നിക്സ് ഒക്കെ നിങ്ങൾ കേട്ട് കാണുമല്ലോ. അതിങ്ങനെ പറയണം, ഐ സ്പീക്ക് ഇംഗ്ലീഷ് കോൺഫിഡൻ്റ്ലി, ഐ വോണ്ട് ടു സ്പീക്ക് ഇംഗ്ലീഷ്. അപ്പോൾ നമ്മൾ സംസാരിക്കുന്നു എന്ന് തന്നെ നമ്മൾ പറയണം. നല്ല ഫ്ലുവൻ്റ് ആയിട്ട് ഞാൻ സംസാരിക്കുന്നു എന്ന് നമ്മൾ വിശ്വസിച്ചുകൊണ്ട് അത് പറഞ്ഞ് അത് മാനിഫെസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ അതൊരു സൈക്കോളജിക്കൽ ഒരു അപ്രോച്ചാണ്. അത് ശരിക്കും ഇഫക്റ്റീവാണ്. അത് വിശ്വസിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി സെൽസൊക്കെ അതിന് അനുസരിച്ച് റെസ്പോണ്ട് ചെയ്ത് നമുക്കതിനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവും. പക്ഷെ വിശ്വസിക്കണം. കാരണം ബിലീഫ് എന്ന് പറയുന്നത് ഇതിനകത്തൊരു കാറ്റലിസ്റ്റായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കാര്യമാണ്. വിശ്വസിക്കാതെ ഇതൊന്നും ചെയ്താൽ നടക്കില്ല. കാരണം ഇതെല്ലാം ഒരു മെൻ്റൽ ഒരു പ്രോഗ്രാമാണ് അല്ലേ. അപ്പോൾ വിശ്വാസം അതല്ലേ എല്ലാം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. വിശ്വസിച്ചാൽ അത് നടപ്പിലാക്കാൻ നമുക്ക് പറ്റും. അതാണ് എനിക്ക് ആദ്യം പറയാനുള്ളൊരു കാര്യം. ഇതില്ലെങ്കിൽ പിന്നെ ഈ പറയുന്ന ടെക്നിക്സ് ഒന്നും വലിയ യൂസ് ആയിട്ട് നമുക്ക് തോന്നില്ല. എനിക്ക് എൻ്റെ ലൈഫിൽ ഞാൻ എപ്പോഴും ഫോളോ ചെയ്തു വരുന്ന ടെക്നിക്സ് ആണ് ഇതാ ഇന്നും എപ്പോഴും എപ്പോഴും ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ബിഗിനേഴ്സ് എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത് സിംപ്ലിഫൈ ചെയ്ത് ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ പറയാം. അപ്പോൾ ഈ ടിപ്സും ടെക്നിക്സും ഒക്കെ ലോകം ഉണ്ടായ കാലം മുതൽ ഉണ്ട് എന്ന് പറയുന്ന പോലെയുള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ അത് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. കുറച്ച് സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ വെൽക്കം ടു ഇംഗ്ലീഷ് ഗുരുസ് ബ്രാൻഡ് ന്യൂ എപ്പിസോഡ്. ഐ ആം ആശാലത ശ്രീജിത്ത്. അപ്പോൾ ആദ്യത്തെ ടെക്നിക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഏത് കാര്യവും നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്യണം, അല്ലെങ്കിൽ നമുക്കത് സ്ഥിരമായിട്ട് ചെയ്യണമെങ്കിൽ ആദ്യം വേണ്ടത് എന്താ? അതിനോട് നമുക്കൊരു ഇഷ്ടം തോന്നണം അല്ലേ. ഇത് ഭയങ്കര പാടാണ്, അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് വിചാരിച്ചു തുടങ്ങിയാൽ ഒരു കാര്യവും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആദ്യം നമ്മൾ ഒരു വിശ്വാസം ഉണ്ടാക്കുക. എന്താണ്? ഇതൊക്കെ എല്ലാവരെ കൊണ്ടും പറ്റുന്ന കാര്യമാണ്. ഇപ്പോൾ കൊച്ചുകുട്ടികൾ തന്നെ ലാംഗ്വേജ് പഠിക്കുന്നത് എങ്ങനെയാണ്? ആരെങ്കിലും പഠിപ്പിച്ചു കൊടുത്തിട്ടാണോ? കേട്ടും കണ്ടും അല്ലേ, പറഞ്ഞും തെറ്റിച്ചും ഒക്കെയല്ലേ അവർ പഠിക്കുന്നത്. അപ്പോൾ ആ സെയിം ഒരു മെത്തേഡ് തന്നെയാണ് നമ്മളും ഫോളോ ചെയ്യേണ്ടത്. ഇതെല്ലാം പറ്റുന്ന കാര്യമാണ് എന്ന് ആദ്യം മനസ്സിലാക്കിയിട്ട് അതിനെ ഇഷ്ടപ്പെടുക. ലവ് ദ പ്രോസസ് എന്നാണ്. ആ ലേണിംഗ് പ്രോസസ്സിനെ നിങ്ങൾ ഇഷ്ടപ്പെടുക, അത് എൻജോയ് ചെയ്യുക. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ലാംഗ്വേജ് ലേണിംഗ് എന്ന് പറയുന്നത്. ഞാൻ ഏത് ബുക്ക് വായിച്ചാലും, ഏത് ഫിലിം കണ്ടാലും, ഏത് സീരീസ് കണ്ടാലും ഞാൻ എപ്പോഴും അതിൽ പുതിയ വേർഡ്സ് എന്താണ്, അതിൽ പുതിയ യൂസേജ് എന്താണ്, ഇങ്ങനെ എനിക്കൊരു ശ്രദ്ധയുണ്ട്. അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെ എഴുതിയെടുത്തുകൊണ്ടേയിരിക്കും. ഒരുപാട് നോട്ട്ബുക്സ് ഇങ്ങനെ ഞാനിങ്ങനെ എഴുതിയെടുത്ത് അത് പിന്നീട് അതിൻ്റെ മീനിങ്സ് ഞാൻ ഡിക്ഷണറി നോക്കി കണ്ടുപിടിച്ച് അങ്ങനെ അതിൻ്റെ പല 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 കാര്യങ്ങൾ, ഇപ്പോൾ സിനോണിംസ് ആയിരിക്കും, ചിലപ്പോൾ ആൻറ്റണിംസ് ആയിരിക്കും, ചിലപ്പോൾ അത് ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻ ആണെങ്കിൽ ഈ ശൈലി എങ്ങനെ ഉപയോഗിക്കുന്നു, ഇങ്ങനെ അതിൻ്റെ ഒരു റൂട്ട് വരെ ഇങ്ങനെ അന്വേഷിച്ച് പോയി എഴുതി വയ്ക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളിത് ആസ്വദിച്ച് ഈ ഒരു പ്രോസസ്സിലേക്ക് കടക്കണം. അപ്പോൾ ആസ്വദിച്ച് ചെയ്യാൻ പറ്റിയ 2-3 കാര്യങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞു. അപ്പോൾ ആസ്വദിക്കണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിലൂടെ നമ്മൾ ലാംഗ്വേജ് പഠിക്കണം. ഇപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത ഭയങ്കര ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസും എഡിറ്റോറിയലും ഒക്കെ വായിക്കാനും, നമുക്ക് കടിച്ചാൽ പൊട്ടാത്ത സാഹിത്യമൊക്കെ വായിക്കാനും, അങ്ങനെയുള്ള സ്പീച്ചസൊക്കെ കേട്ട് കഴിയുമ്പോൾ നമുക്കുള്ള കോൺഫിഡൻസ് പോകുന്ന പോലെ തോന്നും. അത് അഡ്വാൻസ് ലെവൽ ആകുമ്പോഴാണ് നമുക്ക് അതൊക്കെ വളരെ യൂസ്ഫുൾ ആവുന്നത്. അപ്പോൾ ഒരു ബിഗിനേഴ്സ് എന്നുള്ള നിലയിൽ നമ്മൾ എന്ത് ചെയ്യണം? കാർട്ടൂൺസ് ഇഷ്ടമായിരിക്കും അല്ലേ, അതുപോലെയുള്ള നല്ല സെലിബ്രിറ്റികളുടെ ഇൻ്റർവ്യൂസ് ഒക്കെ കാണാൻ ഇഷ്ടമായിരിക്കും. അപ്പോൾ എനിക്കതൊക്കെ ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിത് എടുത്ത് പറയുന്നത്. അപ്പോൾ ഫിലിംസിനെ കുറിച്ച് ഞാനൊരു വീഡിയോ കഴിഞ്ഞ ആഴ്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫിലിംസ് കാണണം, അത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്.
ഇനി പറയുന്നത് കുറച്ച് കാർട്ടൂൺസിനെ കുറിച്ചാണ്. കൊച്ചു കുട്ടികൾ കാണുന്ന കാർട്ടൂൺസ് അതെന്തായാലും നമ്മൾ കാണണം. അതിലിപ്പോൾ ഡ്രാഗൺ ടെയിൽസ് ഉണ്ടാവും, റിച്ചി റിച്ച് ഉണ്ട്, അതുപോലെ ലൂണി ട്യൂൺസ് എന്ന് പറയുന്ന വാർണർ ബ്രദേഴ്സിൻ്റെ അവരുടെ ഒരു ചാനൽ തന്നെയുണ്ട്. ഒരുപാട് വീഡിയോസ്, അതായത് കാർട്ടൂൺസ് നിങ്ങൾ കണ്ടു നോക്കൂ കേട്ടോ. അതിലെ സബ് ടൈറ്റിൽ എല്ലാം കണ്ടു കഴിയുമ്പോൾ കുറേ ദിവസം ഇങ്ങനെ എല്ലാ ദിവസവും നമ്മളിങ്ങനെ കണ്ട് വരുമ്പോൾ നമുക്ക് തന്നെ ഇത് കേട്ട് നമ്മളൊരു ഫെമിലിയാരിറ്റി നമുക്ക് വരും. ഇത് നമ്മൾ വിചാരിക്കും അപ്പം നമുക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ ഓർമ്മ നിൽക്കുന്നില്ല എന്നൊക്കെ തോന്നും. പക്ഷെ ഇതിങ്ങനെ നമ്മൾ കേട്ട് വരുമ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു സന്ദർഭം വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഇതെല്ലാം ഇങ്ങനെ പോപ്പപ്പ് ചെയ്യും, ഇതെല്ലാം ഇങ്ങനെ ഉള്ളിലേക്ക് തനിയെ വരും. അപ്പം അതിന് റെഗുലറായിട്ട് നമ്മൾ കണ്ടാലേ പറ്റുള്ളൂ. ഒരു ദിവസം കണ്ട് പിന്നെ 10 ദിവസം കണ്ടില്ല അപ്പം ശരിയാവില്ല. എല്ലാ ദിവസവും ഇങ്ങനെ കാണണം. അതാണ് ഞാൻ ഫിലിമിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഞാൻ എല്ലാ ദിവസവും ഒരു ഗുളിക കഴിക്കണ പോലെ ഒരു ഫിലിം കാണും. അതാണ് എൻ്റെ ഒരു റുട്ടീനിൽ പെട്ട ഒരു കാര്യമാണ് ആ ഒരു ഇംഗ്ലീഷ് ഫിലിം വാച്ച് ചെയ്യുക എന്നുള്ളത്. സെലിബ്രിറ്റി ഇൻ്റർവ്യൂസ് ഞാൻ വളരെ എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് നിങ്ങളും കണ്ടു നോക്കുക. അതിൽ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഇംഗ്ലീഷ്. ഇപ്പോൾ ഐശ്വര്യ റായൊക്കെ സൂപ്പറായിട്ടാണ് ഐശ്വര്യയുടെ ഇംഗ്ലീഷൊക്കെ. അപ്പോൾ അതുപോലെ ഒരുപാട് സ്റ്റാർസിൻ്റെ ഇംഗ്ലീഷ്, ഇപ്പോൾ ഷാറൂഖ് ഖാൻ്റെ ഇംഗ്ലീഷൊക്കെ എനിക്ക് ഭയങ്കര രസകരമായിട്ട് തോന്നുന്ന ഇംഗ്ലീഷാണ്. അപ്പോൾ അതൊക്കെ അതനുസരിച്ചുള്ള ഒരുപാട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെലിബ്രിറ്റികളുടെ ഇൻ്റർവ്യൂസ് കാണുക. അപ്പോൾ അതിൻ്റെ ഷോർട്സ് കണ്ടാലും മതി. കൊച്ചു അവർ ചെറിയ ഇത് പറയും. അപ്പോൾ ഫുൾ വീഡിയോ കാണാൻ നിങ്ങൾക്ക് പെട്ടെന്ന് സമയം കിട്ടുന്നില്ലെങ്കിൽ അങ്ങനെയുള്ള ഷോർട്സ് നിങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ അതുപോലെയുള്ള വന്നോളും. അപ്പോൾ അത് കണ്ടിട്ട് അത് ശരിക്കും ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻ്റ് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അവിടെ നമ്മളൊരു പഠിക്കുക എന്നുള്ള രീതിയിൽ ഇരിക്കേണ്ട. അതിങ്ങനെ കേട്ട് അവരുടെ എക്സ്പ്രഷനും എല്ലാം കണ്ട് ഇങ്ങനെ എൻജോയ് ചെയ്യാം. നല്ല കഥകൾ ഇഷ്ടമല്ലേ, അപ്പോൾ വായിക്കുക. അപ്പോൾ റീഡിങ് സ്റ്റോറീസ് അത് മസ്റ്റാണ്. കാരണം നമ്മുടെ വായനയിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് ഒരുപാട് കാര്യങ്ങൾ, ഡേറ്റ നമ്മൾ ഫീഡ് ചെയ്യുന്ന പോലെയാണ് അല്ലേ. നമ്മൾ ഉള്ളിലേക്ക് കൊടുത്തിട്ടല്ലേ നമുക്കത് പുറത്തേക്ക് എടുക്കാൻ പറ്റുന്നത്. അപ്പം നമ്മളിപ്പോൾ എന്ത് കമ്പ്യൂട്ടർ ആയാലും അതിൽ ഡേറ്റ ഫീഡ് ചെയ്യാതെ ഒരു കമ്പ്യൂട്ടറിന് ഒന്നും തരാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ AI വന്നു, അല്ലെങ്കിൽ ChatGPT വന്നു, ഇതൊക്കെ ആരൊക്കെയോ എവിടെയോ ഇരുന്ന് അതിനുള്ളിലേക്ക് ഇൻഫർമേഷൻ എഴുതി ഇങ്ങനെ കയറ്റാണ്. അപ്പോൾ ഇതുപോലെ നമ്മളും ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞ പോലെ ഒരു പ്രകൃതിയുടെ ഒരു ബയോളജിക്കലായിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലെ ഇരിക്കുന്ന ഒരു ബോഡിയാണിത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ വേണ്ടത് ഫീഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നല്ല റീഡിങ്ങിലൂടെ മനസ്സിലേക്ക് ഇങ്ങനെ ലാംഗ്വേജ് കടന്ന് കയറിക്കോളും. അതങ്ങനെ അവിടെ കിടക്കും. അത് അവിടെ കിടന്ന് നമ്മൾ പറയില്ലേ, ഇങ്ങനെ അവിടെ കിടന്ന് പാകമായി നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ അതിനുള്ള മെറ്റീരിയൽസ് എല്ലാം വരും. മനസ്സിലായോ? ഈ സംസാരിക്കേണ്ട എല്ലാ കാര്യങ്ങളും, വേർഡ്സും സെൻറ്റൻസും ഫ്രെയിംസ് ഒക്കെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഫോം ചെയ്യുന്നുണ്ട് നമ്മൾ പോലും അറിയാതെ. അപ്പോൾ റീഡിങ് മസ്റ്റാണ്. അപ്പോൾ ഏത് ബുക്ക് വായിക്കും? ഇപ്പം എന്നെ സംബന്ധിച്ചോളം ഞാൻ ഒരുപാട് ബുക്സ് വായിക്കുന്നുണ്ട്. ഫിലോസഫിക്കൽ ബുക്സാണ് മെജോറിറ്റി ഞാൻ ഇതുവരെ വായിച്ചിട്ടുള്ളത്. സ്പിരിച്വൽ ഫിലോസഫിക്കൽ ബുക്സ് ഒരുപാട് ഞാൻ വായിക്കാറുണ്ട്. പിന്നെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുത്തുകൊണ്ട് തന്നെ ഒരുപാട് നോവൽസും ഡ്രാമാസും സ്റ്റോറീസും അത് വേറെ വായിക്കും. അപ്പോൾ അതൊക്കെ എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണമെന്നില്ല. ഇപ്പോൾ വലിയ ജെയിൻ ഓസ്റ്റൻ്റെ അങ്ങനെയുള്ള വെർജീനിയ വുൾഫ് ഇവരുടെയൊക്കെ നോവൽസ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ബിഗിനേഴ്സിന് പറ്റുന്ന കാര്യമല്ല. അപ്പോൾ പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? സ്റ്റോറീസ് എവിടെ നിന്ന് ടെക്സ്റ്റ് ബുക്ക് എന്നുള്ള സ്റ്റോറീസ് വായിക്കണം. ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ ഇപ്പോൾ NCERTയുടെ ഒക്കെ ടെക്സ്റ്റ് ബുക്സിനൊന്നും വലിയ വിലയില്ല. അപ്പോൾ അത് വാങ്ങിച്ചാൽ നമുക്ക് നല്ല നല്ല കഥകൾ, അതായത് ഏറ്റവും നല്ല സെലക്റ്റഡ് സ്റ്റോറീസാണ്. അത് നല്ല സിമ്പിളായിട്ട്, അത് കൊച്ചു ക്ലാസ് മുതലുള്ള ഇംഗ്ലീഷ് ടെക്സ്റ്റ് നമ്മുടെ വീട്ടിൽ വാങ്ങിച്ചു വെക്കണം. എന്നിട്ട് ആ ടെക്സ്റ്റിലുള്ള ഷോർട്ട് സ്റ്റോറീസും പ്ലേസും ഡ്രാമാസൊക്കെ നിങ്ങൾ വായിച്ചിട്ട് അതിൻ്റെ പുറകിലെ ഒരു മീനിങ്സ് കൊടുക്കും. പിന്നെ എനിക്ക് ഏറ്റവും ഇഫക്റ്റീവായിട്ട് തോന്നുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? ഈ സ്റ്റോറീസ് വായിച്ചിട്ട് അതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മൾ പഠിക്കണം. അതാണ് കുട്ടികൾ പഠിക്കുന്നത്. എങ്ങനെയാണ്? സ്കൂളിലൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പഠിച്ചാണ് ഇംഗ്ലീഷ് പഠിച്ചു വന്നത്. ഇന്നിപ്പോൾ വലുതായി കഴിഞ്ഞപ്പോൾ നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒന്നും പഠിക്കുന്നില്ല, പറഞ്ഞ് പഠിക്കുന്നില്ലല്ലോ. നമ്മളിങ്ങനെ പല വീഡിയോസ് കാണുന്നു, പല കാര്യങ്ങൾ കാണുന്നു എന്നുള്ളതല്ലാതെ നമ്മളൊരു എഫേർട്ട് എടുത്ത് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണ്ടേ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പഠിക്കുന്നത് വളരെ നല്ലതാണ്. എന്നാൽ ക്വസ്റ്റ്യൻസും എങ്ങനെ ഉണ്ടാക്കാമെന്ന് പഠിക്കാം, അതിൻ്റെ ഉത്തരം എങ്ങനെയാണെന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. ഒന്നുകിൽ അങ്ങനെയുള്ള കൊച്ചു ടെക്സ്റ്റുകളുടെ കൂടെ കിട്ടുന്ന ഗൈഡ് വാങ്ങിച്ചു വെക്കുക, എന്നിട്ട് ആ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പഠിക്കുക. അതിനകത്ത് അവർ ഒരുപാട് ഗ്രാമറും സെൻറ്റൻസുകളും ഓപ്പോസിറ്റ്സും ഇതെല്ലാം തരും. ഇപ്പോൾ വാക്യത്തിൽ പ്രയോഗിക്കുക എന്ന് പറഞ്ഞാൽ പണ്ട് സ്ഥിരം നമ്മൾ സ്കൂളുകളിൽ ഒരു ചാപ്റ്റർ പഠിപ്പിച്ചു കഴിയുമ്പോൾ ആദ്യം മീനിങ്സിന് ഒരു വരയിട്ടിട്ട് അപ്പുറത്തും ഇപ്പുറത്തും മീനിങ്സ് എഴുതി വയ്ക്കും, പിന്നെ ഓപ്പോസിറ്റ്സ് എഴുതും, സിനനിംസ് എഴുതും, പിന്നെ യൂസ് ഇൻ സെൻറ്റൻസ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഒരു 5 വാക്കാണെങ്കിൽ 5 വാക്ക് നമ്മളൊരു പുതിയ സെൻറ്റൻസ് ഉണ്ടാക്കി കൊണ്ടുവരണം. അതായിരിക്കും ടീച്ചർ എപ്പോഴും തരുന്ന ഒരു അസൈൻമെൻറ്റ്. അങ്ങനെയാണ് നമ്മൾ വാക്കുകൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ മറന്നുപോയോ? ഈ ഒരു മെത്തേഡ് തന്നെ നമ്മൾ ഫോളോ ചെയ്താൽ മതിയല്ലോ, വലിയവരായാലും. അപ്പോൾ ഇതുകൊണ്ട് ഈ ടെക്സ്റ്റ് ബുക്ക് വെച്ചുകൊണ്ട് നിങ്ങളിങ്ങനെ രസകരമായിട്ട് പഠിക്കുക. ഇപ്പോൾ വീട്ടിൽ കൊച്ചു കുട്ടികളുണ്ടാവുമല്ലോ, കുട്ടികളുണ്ടാവുമല്ലോ എല്ലാവരുടെയും വീട്ടിൽ. അവരുടെയൊക്കെ ടെക്സ്റ്റ് എടുത്ത് അവരുടെ കൂടെ ഇംഗ്ലീഷ് പഠിച്ചു നോക്കും.
വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, അവർക്കും സന്തോഷമായിരിക്കും നമ്മളൊക്കെ ചെന്ന് അവരുടെ കൂടെ ഇരുന്ന് പഠിക്കുമ്പോൾ. അപ്പോൾ നിങ്ങളത് എൻജോയ് ചെയ്യും. അപ്പോൾ അവരോട് പറയാം, എന്നോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കും, മോളെ എൻ്റെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കൂ, അപ്പം ഞാൻ പറയട്ടെ. അപ്പോൾ അവർക്ക് ഭയങ്കര രസമായിരിക്കും. അങ്ങനെ നമുക്ക് ഈ ഒരു പഠിത്തത്തെ ഒരു എൻജോയബിൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സായിട്ട് മാറ്റാം. അപ്പം എഡ്യൂക്കേഷൻ ഷുഡ് ബി ജോയ്ഫുൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം വിദ്യാഭ്യാസം സന്തോഷപ്രദമായിരിക്കണം. ഇപ്പം എൻ്റെ ഗുരു തന്നെ അങ്ങനെയാണ് നമ്മൾ ആശ്രമത്തിൽ ഗുരു പറഞ്ഞിട്ടുള്ളത്. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ സന്തോഷപ്രദമായിട്ടുള്ള ഒരു പ്രോസസ്സ് ആയിരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? ഇന്ന് അതല്ല, ഇന്ന് സ്ട്രെസ്സും ഭയങ്കര പ്രഷറൊക്കെ കൊടുത്ത് നമ്മൾ എന്തൊക്കെയോ ഇപ്പം ബോംബ് പൊട്ടാൻ പോകുന്ന പോലെയാണ് പരീക്ഷയും എല്ലാം. നമ്മളെ അങ്ങനെ ഒരു ഭയങ്കര ഒരു ഇതിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്കതൊരു നാച്ചുറൽ ആയിട്ടുള്ള ലേണിംഗ് ഒന്നും നടക്കില്ല. അപ്പം എൻജോയ് ദ പ്രോസസ്സ്. അപ്പോൾ അതിനുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി അടുത്തത്, അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് ഫീഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി നമ്മൾ പ്രാക്ടീസ് ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ പറയണം. നമ്മൾ പറയാതെ ഒരു രക്ഷയില്ല. അപ്പോൾ അതിന് എന്ത് ചെയ്യണം? അപ്പോൾ നിങ്ങൾ പറയും, നമുക്ക് സംസാരിക്കാൻ അറിയില്ലല്ലോ, അതല്ലേ നമ്മളിപ്പോൾ ഇതൊക്കെ പഠിക്കാൻ നോക്കുന്നത്. അതെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെ സംസാരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കുറച്ച് ഡയലോഗ്സ് എഴുതിയെടുക്കുക. ആ ഡയലോഗ്സ് അങ്ങോട്ട് നമ്മളാണ് ആ ഡയലോഗ് പറയുന്നതെന്ന് പറഞ്ഞ പോലെ അങ്ങ് പറയണം. അപ്പോൾ അതിന് ഒന്നുകിൽ നമ്മൾ ഈ ഏതെങ്കിലും വായിച്ച പുസ്തകത്തിൽ നിന്ന് ഒരു കൊച്ചു ഡയലോഗ്, ഒരു 4-5 സെൻറ്റൻസ് വരുന്ന ഒരു ഡയലോഗ് എഴുതിയെടുക്കുക. അല്ലെങ്കിൽ ഏതിനെങ്കിലും കുറിച്ചുള്ള ഒരു വിവരണമായിക്കോട്ടെ. അപ്പോൾ അത് എഴുതിയെടുത്തിട്ട് അത് നമ്മളിങ്ങനെ ഒരു ദിവസം അത് ഫുൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. രാവിലെ മുതൽ നമുക്ക് ഒരു 5 സെൻറ്റൻസ് ഇങ്ങനെ ചേർത്ത് പറയണം. അപ്പോൾ ഓരോ സെൻറ്റൻസ് പറയല്ല, ഒരു 5-6 സെൻറ്റൻസ് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ നമുക്ക് തന്നെ ഭയങ്കര ഒരു കോൺഫിഡൻസ് കിട്ടും. അങ്ങനെ ഓരോ ദിവസവും നമ്മൾ ഓരോ ഡയലോഗ്സ് എടുത്ത് ഇങ്ങനെ പഠിച്ചു വരുമ്പോൾ കുറേ ദിവസം ആകുമ്പോൾ നമുക്ക് തന്നെ ഈ പെട്ടെന്ന് നമ്മൾ സൈക്കിൾ ഔട്ടെന്ന് അങ്ങനെയല്ലേ, ആദ്യത്തെ ദിവസം മറിഞ്ഞു വീഴും, പിന്നെ ചരിഞ്ഞു വീഴും, പിന്നെ എനിക്കറിയില്ല എന്തൊക്കെ സംഭവിക്കുന്നത്. ഞാൻ സൈക്കിൾ ഔട്ടാൻ പഠിച്ച സമയത്ത് എവിടെയൊക്കെ ചെന്ന് വീണിട്ടുണ്ടെന്നറിയോ? ആ എറണാകുളത്തായിരുന്നു. അപ്പൊ അന്നിങ്ങനെ സൈക്കിൾ ഔട്ടി പോകുന്ന സമയത്ത് ഒരു പ്രാവശ്യം ഇപ്പുറത്തെ വലിയൊരു കനാലാണ് കേട്ടോ, എന്ത് ധൈര്യത്തിൽ പോയെന്ന് എനിക്കറിയുന്നില്ല. ആ കനാലിൽ വീണ പിന്നെ എന്നെ ഒന്നിനും കൊള്ളില്ല, അത്ര കറുത്ത ഒരു കനാലില്ലേ, ഭയങ്കര വലുത്, ഭയങ്കര അപകടമായിരുന്നു കേട്ടോ. ഇപ്പുറത്താണെങ്കിൽ കുറേ മണലും കല്ലും മെറ്റലൊക്കെ ഇട്ടുണ്ട്, ഒരു വലിയ ലോറിയും ഇതൊക്കെ കൂടെ വരുന്നു. അയ്യോ, ഞാൻ ചവിട്ടി അങ്ങോട്ട് പോയി. എനിക്ക് ഈ വണ്ടിയെല്ലാം കൂടെ അവിടെ ഇങ്ങനെ കിടന്ന് വിറയ്ക്കാൻ തുടങ്ങി സൈക്കിൾ. അവസാനം എന്തോ ദൈവകാരുണ്യം എന്ന് പറഞ്ഞാൽ അത് നേരെ കനാലിൽ പോയില്ല, അതിന് പകരം ഇപ്പുറത്ത് പോയി ആ മണൽ കൂട്ടിയിട്ടുകൊണ്ട് ഭാഗ്യം അതിൻ്റെ മുകളിലോട്ട് മറിഞ്ഞങ്ങ് വീണു. പിന്നെ ആരൊക്കെയോ പിടിച്ചെഴുന്നേപ്പിച്ചിട്ടാണ് സൈക്കിള് ചൂടി. അപ്പോഴാണ് പിന്നെ എല്ലാവരും പറയും, ഇവിടെയൊക്കെയാണോ വരുന്നത് ഈ റോഡിൽ? അപ്പോൾ അങ്ങനെ ഒരു പ്രോസസ്സ് തന്നെയാണ് ഇതും, അല്ലേ? നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുക എന്ന് പറയുന്നത് അങ്ങനെയാണ്, ഒരു സ്കില്ലാണ്. അപ്പോൾ അത് പല പ്രാവശ്യം ചെയ്യുമ്പോൾ നമ്മളെ കളിയാക്കും ആൾക്കാർ. ചിലപ്പോൾ ആൾക്കാർ ഭയങ്കരമായിട്ട് ചിരിക്കും, എന്തോ മാറി എന്നിങ്ങനെയൊക്കെ പറയും. ഇങ്ങനെയൊക്കെയുള്ള പല പ്രോസസ്സുണ്ട്. അപ്പോൾ ഇതിവിടെയൊക്കെ നമ്മൾ ധൈര്യം വിടാതെ നമ്മൾ അത് ആ പ്രാക്ടീസ് തുടർന്നുകൊണ്ടിരിക്കുക. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് പതുക്കെ നമ്മൾ ആ ഒരു സൈക്കിൾ ബാലൻസ് കിട്ടുന്ന പോലെ നമ്മൾ ഒരു ദിവസം നോക്കുമ്പോൾ. പക്ഷെ ഞാൻ അത്രയും കളിയാക്കിയും ഇതൊക്കെ വന്നിട്ട് ഞാൻ നിർത്തിയിരുന്നെങ്കിൽ എനിക്ക് സൈക്കിൾ ചവിട്ടാൻ പഠിക്കാൻ പറ്റുമായിരുന്നോ? ഇല്ല, പിന്നെയും പോയി ചവിട്ടും. അങ്ങനെ പതുക്കെ ചവിട്ടി ഒരു ദിവസം ഞാൻ നോക്കിയപ്പോൾ ഞാൻ സുഖമായിട്ട് ഒരു മൊമെന്റിൽ പെട്ടെന്ന് എനിക്ക് ബാലൻസ് അങ്ങ് കിട്ടുവാണ്. അതൊരു ഭയങ്കര സന്തോഷം തോന്നിയ ഒരു മൊമെന്റാണ്. ആ കിട്ടിയപ്പോൾ ഞാൻ ഇങ്ങനെ അങ്ങ് പോയി, സൈക്കിൾ ചവിട്ടി അങ്ങ് പോവാണ്. അപ്പോൾ തോന്നിയൊരു സന്തോഷം. അതുപോലെയാണ് നമുക്ക് ഇംഗ്ലീഷ് ഇതുപോലെ പല പ്രാവശ്യം പറഞ്ഞ് നമ്മളിങ്ങനെ ആ ബാലൻസ് കിട്ടും ഒരു ദിവസം. അന്ന് നിങ്ങൾ പറയും, ഓഹ് ഇത്ര എളുപ്പമായിരുന്നോ എന്ന് പറയും. പക്ഷെ അതിന് ഈ കാര്യങ്ങളാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ പ്രാക്ടീസ് ഡയലോഗ്സ് ഡെയിലി. ഇപ്പം ഞാൻ നമ്മുടെ ചാനലിൽ അതിനുള്ള ഡയലോഗ്സുകൾ ഞാൻ ഇടുന്നുണ്ട്, അത് നോക്കി നിങ്ങളൊന്ന് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. അടുത്തത്, നമ്മുടെ ഒരു ഈഗോ നമ്മളങ്ങ് മാറ്റി വയ്ക്കുക. അതായത് നമ്മൾ ആരുടെയെങ്കിലും മുമ്പിൽ, കാരണം മറ്റുള്ളവരെന്തു പറയും അല്ലെങ്കിൽ കളിയാക്കുമോ എന്നുള്ള ആ ഒരു പ്രശ്നം, അത് നമ്മുടെ ഒരു വില പോവും എന്നുള്ളൊരു കാര്യമാണ്, അല്ലേ? അതുകൊണ്ടാണ് നമ്മളത് സംസാരിക്കാതിരിക്കുന്നത്. അപ്പോൾ അതങ്ങ് മാറ്റി വെച്ചിട്ട് നമ്മൾ കൂളായിട്ട് പറയാൻ റെഡി ആയിരിക്കണം. ആദ്യം ഷോർട്ട് ഫ്രേസസ് പറയും. ഇപ്പം ചെറിയ വാക്കുകൾ, ഐ വോണ്ട് ദിസ്, ഡു യു വോണ്ട് ദിസ്. അപ്പം അങ്ങനെയുള്ള കൊച്ചു ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നമ്മൾ ചോദിച്ചും പറഞ്ഞും പഠിക്കണം. പിന്നെ എന്തെങ്കിലും തെറ്റിയാൽ നമ്മൾ അടുത്തിരിക്കുന്നവർ ചോദിക്കണം, എന്താ ഇതിന് പറയേണ്ടതെന്ന് ചോദിക്കണം. അപ്പോൾ അവർ പറഞ്ഞു തരും, ആരെങ്കിലും പറഞ്ഞു തരും. അപ്പം അങ്ങനെ ചോദിക്കാൻ നമ്മൾ നല്ല ധൈര്യമായിട്ട് നല്ല ഫ്രീ ആയിട്ട് വെക്കണം. നമുക്ക് ആരോടെങ്കിലും ചോദിക്കാൻ ഒരു മടി നമുക്ക് തോന്നരുത്. പിന്നെ നമ്മൾ തെറ്റിച്ചാൽ നമ്മൾ തന്നെ അങ്ങ് ചിരിക്കുക, അല്ലാതെ നമ്മൾ ചമ്മരുത്. നമ്മൾ തെറ്റിക്കുമ്പോൾ നമ്മൾ ചമ്മും. ആ ചമ്മൽ കണ്ടിട്ടാണ് മറ്റുള്ളവർ ചിരിക്കുന്നത്, അല്ലാതെ നമ്മൾ തെറ്റിച്ചതുകൊണ്ടല്ല ആരും ചിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ തെറ്റിച്ചിട്ട് കൂസലില്ലാതെ നിൽക്കുന്നവരെ കാണുന്നവരുണ്ടല്ലോ, അവർക്ക് സ്വയം ചമ്മൽ തോന്നും. എന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്. തെറ്റിച്ചാലും അവർക്കൊന്നുമില്ല എന്നുള്ള അത് കാണിച്ചു കൊടുക്കണം.
അങ്ങനെ വരുമ്പോൾ ഇവരുടെ കളിയാക്കില്ല. അപ്പം ഇത് തെറ്റിച്ചിട്ട് നമ്മൾ തന്നെ ചമ്മി നാറി നിൽക്കുന്ന കാണുമ്പോഴാണ് മറ്റുള്ളവർ കളിയാക്കുന്നത്. ഇതൊരു സൈക്കോളജിയാണ്. അപ്പം ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെന്താ, നമുക്ക് പോകാനൊന്നുമില്ല. നമ്മുടെ മാതൃഭാഷ തെറ്റിച്ചു പറഞ്ഞാൽ നമ്മൾ നാണിക്കണം. പക്ഷെ ഒരു ഫോറിൻ ലാംഗ്വേജ് അല്ലേ ഇംഗ്ലീഷ്. അപ്പോൾ ആ ഫോറിൻ ലാംഗ്വേജ് തെറ്റിച്ചു പറയുന്നതിന് ഇത്രയും നാണിക്കേണ്ട ആവശ്യം എന്താ? ഇംഗ്ലീഷ് അല്ലേ, അത്ര വലിയ കാര്യമൊന്നും അല്ല. നമ്മളിപ്പോൾ ഒരു ആവശ്യത്തിന് പഠിക്കുന്നു എന്നങ്ങ് വിചാരിക്കണം. അതിന് ഭയങ്കര ഓവർ ഇമ്പോർട്ടൻസ് ഒക്കെ കൊടുത്തിട്ടാണ്, ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ടൊക്കെ കരുതിയിട്ടാണ് നമുക്ക് അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് തോന്നുന്നത്. ഇപ്പൊ ഫോറിനേഴ്സ് യൂറോപ്പിലൊക്കെ ഉള്ളവർ അവരുടെ ഭാഷയെ പറയുള്ളൂ. ഇപ്പൊ ജർമ്മൻ ആവട്ടെ, ഫ്രഞ്ച് ആവട്ടെ, സ്പെയിൻ, അവിടെയൊക്കെ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പൊ ജപ്പാൻകാർ, കൊറിയയിൽ ചെന്ന് നോക്കും, അവർക്ക് അവരുടെ ലാംഗ്വേജ് പറയുന്നതിലാണ് അവർക്ക്. അപ്പൊ അവർക്കൊന്നും ഇംഗ്ലീഷ് ശരിക്കും പറഞ്ഞാൽ അറിയില്ല. ഇംഗ്ലീഷ് പറയുന്ന രാജ്യങ്ങളിലുള്ളവരാണ് ഇംഗ്ലീഷ് പറയുന്നത്. ബാക്കിയുള്ള യൂറോപ്യൻസ് ഒന്നും ഇംഗ്ലീഷ് സംസാരിക്കുന്നവരല്ല, അവർക്ക് ഇംഗ്ലീഷ് മനസ്സിലാവാത്തവർ പോലും ഉണ്ട്. അപ്പൊ അവരിവിടെ വരുമ്പോൾ, ആശ്രമത്തിലൊക്കെ വരുമ്പോൾ എത്രയോ പേരൊക്കെ അവര് മുറി ഇംഗ്ലീഷാണ് അവർ പറയുന്നത്. അവർക്ക് തെറ്റിച്ച് പറയാൻ യാതൊരു പ്രശ്നവുമില്ല. ഇംഗ്ലീഷ് അറിയുക എന്ന് പറഞ്ഞാൽ അത് അത്ര ഭയങ്കര കാര്യമായിട്ട് അവർ കരുതുന്നുമില്ല. അങ്ങനെ ഒരു കൂളായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമുക്കില്ല. നമുക്ക് മലയാളികൾക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഇതാണ്. ഇംഗ്ലീഷ് അറിയില്ല എന്ന് പറഞ്ഞാൽ മലയാളികൾക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്, അല്ലെ? എന്തോ ഒരു പ്രശ്നമുണ്ട്. അത് എന്താണെന്ന് എനിക്കറിയില്ല. മലയാളം അറിയില്ല എന്ന് പറഞ്ഞ ഒരു അഭിമാനം. എൻ്റെ മോൾക്ക് അല്ലെങ്കിൽ എനിക്ക് മലയാളം അത്ര അറിയില്ല, മലയാളം എനിക്ക് അറിയില്ല എന്ന് പറയുമ്പോൾ എന്തോ ഒരു ക്രെഡിറ്റ് പോലെയാണ്. അത് എന്താണെന്ന് അറിഞ്ഞോ, അത് തല തിരിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതെന്ന് നമ്മളിന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കണം. ആ ഒരു അവസ്ഥയിലാണ് ഈ ഒരു ആറ്റിറ്റ്യൂഡ് വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നം മാറിയാൽ തന്നെ നമ്മൾ ഫ്രീ ആവും. ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ വിചാരിച്ചു നോക്കും. അത് അങ്ങനെ നിങ്ങളുടെ ഒരു മെന്റാലിറ്റി കൊണ്ടുവന്നിട്ട് ഇനി ഒന്ന് 10 പേരുടെ മുമ്പിൽ പോയി നിങ്ങൾ പറഞ്ഞു നോക്കിയേ, നിങ്ങൾക്ക് ഇത്ര നമ്മളൊന്ന് ഫ്രീ ആവും. തെറ്റിക്കാൻ എനിക്ക് ഒരു മടിയില്ല, ഞാൻ തെറ്റിക്കും, ഒരു പ്രശ്നമില്ല. അതാണ് ബി റെഡി ടു മേക്ക് മിസ്റ്റേക്സ് എന്നാണ്. മിസ്റ്റേക്ക് വരുത്താൻ റെഡി ആയിക്കോളാം. അപ്പോൾ എന്നിട്ട് നമ്മൾ ഇതുപോലെ പഠിച്ചു വരുമ്പോൾ പതുക്കെ പതുക്കെ അത് ശരിയാവും. ഇല്ലെങ്കിൽ ശരിയായത് മതി. ആ കോൺഫിഡൻസിനാണ് അവിടെ വില. ഇപ്പൊ ഒരു സ്ഥലത്ത് ഒരു ഇന്റർവ്യൂവിന് ചെന്നു, നമ്മൾ ചിലപ്പോൾ ഇംഗ്ലീഷ് തെറ്റിക്കും. ആ തെറ്റിച്ചാലും നമ്മളത് പറയുമ്പോൾ ആ സ്മാർട്ട്നെസ് കാണുമ്പോൾ അവർ വിചാരിക്കും അവരവിടെ ഇംഗ്ലീഷ് പറയാനോ അല്ലെങ്കിൽ അവിടെ വേറെ കാര്യത്തിനൊന്നും ആയിരിക്കില്ല, നിങ്ങളൊരു ജോബിനായിരിക്കും എടുക്കുന്നത്. പക്ഷെ നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഇത് കാണുമ്പോൾ അവർ വിചാരിക്കും, ഇയാളെ എടുത്താൽ ഇവരെങ്ങനെയെങ്കിലും ഏത് സിറ്റുവേഷനിലും ഇവർ പിടിച്ചു നിന്നോളും. മനസ്സിലായോ? അപ്പം അതുകൊണ്ട് തെറ്റിയാൽ ഉടനെ നമ്മൾ പപ്പ എന്ന് പറയാതെ ബാക്കി അങ്ങ് പറയാം. എന്നിട്ട് ചിരിച്ചിട്ട് സാർ എനിക്ക് അറിയത്തില്ല അതെന്താ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിന് ഭയങ്കര വിലയാണ് കേട്ടോ. അപ്പം അത് മറക്കരുത്. പിന്നെ ഇനി ഒരു ലാസ്റ്റ് ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ, ഇനി ഒരുപാട് കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ വരുന്നുണ്ട്. ഇപ്പം എല്ലാം കൂടെ പറഞ്ഞാൽ നമുക്ക് വീഡിയോ ഇങ്ങനെ അന്തമില്ലാതെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ ലാസ്റ്റ് ഒരു കാര്യം കൂടെ പറയാം, പിന്നെ ബാക്കിയുള്ളത് ഇനി വരുന്ന വീഡിയോസിൽ ഞാൻ ഓർക്കുന്നതിനനുസരിച്ച് പറഞ്ഞോളാം. അപ്പോൾ ഇനി ചെയ്യേണ്ടത് റൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എല്ലാവരും പറയണം തിങ്ക് ഇൻ ഇംഗ്ലീഷ് നിങ്ങൾ എപ്പോഴും കേൾക്കും. അപ്പോൾ എല്ലാവരും പറയും ഇതറിയായിരുന്നെങ്കിൽ പിന്നെ നിങ്ങളോട് ചോദിക്കാൻ തോന്നിയിട്ടുണ്ട്. തിങ്ക് ഇൻ ഇംഗ്ലീഷ് എന്ന്. ഇഫ് യു വോണ്ട് ടു സ്പീക്ക് ഇംഗ്ലീഷ് യു തിങ്ക് ഇൻ ഇംഗ്ലീഷ് എന്ന് പറയും ആൾക്കാർ. അപ്പോൾ ഈ തിങ്ക് ചെയ്യാൻ അറിയാമായിരുന്നെങ്കിൽ പിന്നെ എന്തായിരുന്നു പ്രശ്നം എന്ന് നമുക്ക് തോന്നും, അല്ലേ? അപ്പോൾ ഞാൻ നോക്കിയിട്ട് തിങ്ക് ചെയ്യാൻ പറ്റിയ എളുപ്പ വഴി എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ എന്ത് ചെയ്യണം? തിങ്ക് ചെയ്യുമ്പോൾ നമ്മൾ പറയുന്ന കേൾക്കാനൊന്നും ആരുമില്ല. നമ്മളും നമ്മുടെ ഒരു ബുക്കും എടുത്തിട്ട് കിടക്കുന്നതിന് മുമ്പ് എപ്പോഴും സമയമുള്ളതെന്ന് വെച്ചാൽ നമ്മൾ എഴുതണം. ഇന്നലെ ഞാൻ എന്തൊക്കെ ചെയ്തു, ഇന്നിപ്പോൾ എന്തൊക്കെ ചെയ്യുന്നു, ഇനി നാളെ ഞാൻ എന്തൊക്കെ ചെയ്യാൻ പോകും, എങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ വീട്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ ഒരു 10 സെൻറ്റൻസ് എങ്കിലും ഡെയിലി നമ്മൾ എഴുതുക. അത് തെറ്റാണോ ശരിയാണോ ആരെങ്കിലും കറക്റ്റ് ചെയ്യണോ ഒന്നും നിങ്ങൾ വിചാരിക്കണം. അത് ചുമ്മാ നമ്മുടെ ഉള്ളിൽ വരുന്ന ആ ലാംഗ്വേജ് അവിടെ എഴുതാനാണ്. തെറ്റായിരിക്കും, പക്ഷെ ഒരു കുഴപ്പമില്ല. കാരണം നമ്മൾ തിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണത്. അത് തിങ്ക് ചെയ്ത് അത് എഴുതി വരികയാണ്. തിങ്ക് ചെയ്യുന്നു, എഴുതുന്നു, ആ പ്രോസസ്സിന് വേണ്ടി മാത്രമാണ്. ഇനി ഇംഗ്ലീഷ് ശരിയും തെറ്റുമൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ഇതുപോലെ പഠിച്ച് പല വീഡിയോസ് കണ്ട് അത് ഇമിറ്റേറ്റ് ചെയ്ത് പറഞ്ഞ് ആ തെറ്റ് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു സെൻറ്റൻസ് തെറ്റിച്ച് പറഞ്ഞു എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ചിലപ്പോൾ ആ മനസ്സിലായത് അവിടെ ഓർത്ത് വെച്ചിട്ട് പിന്നെ വന്ന് ഏതെങ്കിലും ഒരു ഇതിലെടുത്ത് നോക്കണം ഈ പറഞ്ഞതിൽ എന്താ തെറ്റ്, അല്ലെങ്കിൽ അടുത്ത അവൈലബിൾ ആയിട്ടുള്ള ആരോടെങ്കിലും പറയണം. ഇപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യാൻ മതി. ഇപ്പോൾ എൻ്റെ ഏതെങ്കിലും വീഡിയോസിൽ ലേറ്റസ്റ്റ് വീഡിയോസിൻ്റെ താഴെ നിങ്ങൾ കമൻറ്റിൽ നിങ്ങൾ ചോദിക്കണം, ഇങ്ങനെ ഈ ഒരു ഇത് ശരിയാണോ എന്ന് ചോദിച്ചാൽ ഞാൻ എന്നും കമൻസ് ഒക്കെ എടുത്ത് നോക്കും. അപ്പോൾ അത് കാണുകയാണെങ്കിൽ എനിക്ക് അപ്പം തന്നെ അതിനകത്ത് കമൻറ്റ് ബോക്സിൽ ഞാൻ മറുപടി പറയാം. അപ്പോൾ അതുപോലെ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ സോഴ്സിലൂടെ നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ നിങ്ങളെ കറക്റ്റ് ചെയ്യാൻ നിങ്ങളുടെ പരിസരത്തൊക്കെ ഉണ്ടാവുമല്ലോ, ചോദിച്ചാൽ മതി ഈ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ. അങ്ങനെ കുറച്ചു ദിവസം നിങ്ങൾ ഒന്ന് ശ്രമിച്ചു നോക്കും. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് എനിക്കിപ്പോൾ മനസ്സിൽ ഓർമ്മ വന്ന കാര്യങ്ങൾ. ബാക്കി എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, ബട്ട് അത് മറ്റൊരു വീഡിയോയിൽ പറയാം. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. Until then, you take care. Sadguruveshan.